ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് വാട്ടർ ടെസ്റ്റിനുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക്, കച്ചവട ആവശ്യങ്ങൾക്ക്, വീട്ടാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം അപ്ലൈ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫോമാണ് നമുക്ക് ഇവിടെ ലഭിക്കുക. ആദ്യം തന്നെ അപേക്ഷിക്കുന്ന ആളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എന്നുള്ള ഭാഗത്ത് ഇമെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷിക്കുന്ന ആളുടെ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്യുക. കാറ്റഗറി ഡൊമസ്റ്റിക് ആണോ കൊമേഴ്ഷ്യൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. വാണിജ്യമാണോ വീട്ടാവശ്യമാണോ? ഡൊമസ്റ്റിക് ആണെങ്കിൽ ഡൊമസ്റ്റിക് കൊടുക്കുക. വീട്ടാവശ്യങ്ങൾക്കാണെങ്കിൽ, കച്ചവട ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ കൊമേഴ്ഷ്യൽ കൊടുക്കുക. ഡൊമസ്റ്റിക് സെലക്ട് ചെയ്തു. ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ലാബിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ലാബ്, കസ്റ്റമറുടെ അടുത്തുള്ള ലാബ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, ടെസ്റ്റുകളാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏതാണോ ടെസ്റ്റ് ആവശ്യമുള്ളത് അതിന്റെ ടെസ്റ്റിന്റെ ഒന്നിലധികം വേണമെങ്കിൽ ഒന്നിലധികം ടിക്ക് ചെയ്യാം. ഇനി ഒന്ന് മതിയെങ്കിൽ ഒന്ന് ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ഇതുപോലെ ടെസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. കസ്റ്റമറോട് ചോദിക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നോർമലി എമൗണ്ട് എത്രയാണ് വേണ്ടതെന്ന് ഇവിടെ കാണിക്കും. 100 രൂപ എക്സ്ട്രാ വരുന്നതാണ്. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ QR കോഡ് ഉപയോഗിച്ചിട്ട്, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നമുക്കത് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കൂടുതലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഇത് നമ്മൾ മേക്ക് പേയ്മെന്റ് കൊടുത്ത് QR കോഡ് കൊടുക്കുന്നതോടുകൂടി നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു സ്ലിപ്പ് നമുക്ക് ലഭിക്കും. ആ സ്ലിപ്പ് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. ശേഷം ഈ ടെസ്റ്റ് ചെയ്യേണ്ട വെള്ളം ഈ പറഞ്ഞ ലബോറട്ടറിയിൽ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളത്.